പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റും രാജ്യസഭയും പാസാക്കുകയും രാഷ്ട്രപതി ഒപ്പിടുകയും ചെയ്തതോടുകൂടി അത് നിയമ വ്യവഹാരങ്ങളിലേക്ക് പോയിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അങ്ങനെ ഇപ്പോൾ കേസ് നടക്കുകയാണ്. എന്നാൽ സുപ്രീം കോടതിയിൽ ഇത് സംബന്ധമായിട്ട് കേസ് കൊടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണോ, അതല്ല ജമിയത്തുൽ ഉലമ ഹിന്ദ് ഉൾപ്പെടെയുള്ള ഇതര മുസ്ലിം സംഘടനകളാണോ, അതല്ല ഇവരെല്ലാം കൂടിയാണോ എന്നുള്ള ഒരു വിവാദം ഇപ്പോൾ പൊടിപൊടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കാനും മുസ്ലിം ലീഗിനെ കൊച്ചാക്കി കാണിക്കാനും സന്ദർഭം കാത്തിരിക്കുന്ന ചില ആളുകൾ അവരുടെ ആത്മരതിക്ക് വേണ്ടി ഇത്തരം വിവാദങ്ങൾ ഉപയോഗിക്കുകയാണ് എന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇനി മുസ്ലിം ലീഗ് അല്ല കേസ് കൊടുത്തിട്ടുള്ളത്. കപിൽ സിബൽ ഉൾപ്പെടെയുള്ള അഭിഭാഷകരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗ് അല്ല എന്ന് വന്നാലും എന്താണ് പ്രശ്നം? മുസ്ലിം ലീഗിന് ക്രെഡിറ്റ് അവകാശപ്പെട്ടതല്ലേ? മുസ്ലിം ലീഗിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് നേർക്ക് നേരെ ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ ആത്മീയമായി ധാർമ്മികമായി ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരോ ആണ്. അതിനാൽ മുസ്ലിം ലീഗ് അല്ലാത്ത മറ്റേതെങ്കിലും സംഘടനകളാണ് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ളത് എങ്കിൽ പോലും അതിന്റെ ക്രെഡിറ്റ് മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല, യാതൊരു തകരാറും ഇല്ല. കാരണം ഇവരെല്ലാവരും മുസ്ലിം ലീഗിന്റെ തണലിൽ ജീവിക്കുന്നവരാണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. സർവോപരി ഒരു കിതാബിൽ ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഇബാറത്ത് നമുക്ക് കാണാം. ഇന്ന ജമീഅൽ അഅമാലി സ്വാലിഹാത്തി അല്ലത്തി യഅമലുഹാ അയ്യു വാഹിദിൻ മിനൽ മുസ്ലിമീനൽ ഹിന്ദിയീന യജൂസു അൻ തുൻസബ ഇലാ മുസ്ലിം ലീഗ് യാനി ഇലാ റാബിത്തത്തിൽ മുസ്ലിമീന ബിൽ ഹിന്ദ്. ഏതൊരു ഇന്ത്യൻ മുസ്ലിമും ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് ചേർത്ത് പറയൽ ജായിസാണ്, അതായത് അനുവദനീയമാണ്. വലൗകാന ഗൈറ മുൽതഹിഖിൻ ഗൈറ മുൻളമ്മിൻ ഇലാ ദാലിക്കൽ ഹിസ്ബ്. അയാൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലേക്ക് ചേർന്നിട്ടുള്ള ആളല്ലെങ്കിലും ശരി എന്നാണ് ആ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു പിതാവ്, ആ പിതാവിന്റെ പുത്രൻ സ്തുത്യർഹമായ ഒരു കാര്യം ചെയ്താൽ അതിൽ അഭിമാനം കൊള്ളാൻ ആ പിതാവിന് അവകാശമുണ്ടല്ലോ, അധികാരമുണ്ടല്ലോ. ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, ഇന്ന സേവനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന സാഹസിക പ്രവൃത്തി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ആ പാപ്പ അഭിമാനത്തോടു കൂടി ജനമധ്യത്തിൽ പറയുമ്പോ അത് നിന്റെ മകനല്ലേ ചെയ്തത്, നീയല്ലല്ലോ എന്നാരും പറയാറില്ലല്ലോ. കാരണം ആ പുത്രന്റെ സേവനങ്ങൾ, സൽകൃത്യങ്ങൾ പിതാവിനു കൂടി അഭിമാനം നടിക്കാൻ അവകാശപ്പെട്ടതാവുന്നു. നമ്മളെയൊക്കെ സുന്നികളല്ലേ. ഇപ്പൊ നമ്മളൊരു മരിച്ച വീട്ടിൽ പോവാണ്. അപ്പൊ അവിടെ ഒരു സാധാരണ മൊല്ലാക്കയുടെ നേതൃത്വത്തിൽ യാസീൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെന്നപ്പോഴേക്ക് അവർ യാസീൻ ഓതി പകുതിയായി. എന്നാലും നമ്മൾ അതിന്റെ കൂടെ കൂടിയിട്ട് ഇപ്പൊ ഈ ചെല്ലുന്ന ആള് ഒരു മുദരിസായിരിക്കും, വലിയ ഖത്തീബായിരിക്കും, വലിയ ആലിമായിരിക്കും, സമസ്ത മുഷാവറ മെമ്പറായിരിക്കും. അവിടെ യാസീനോത്തിന് അപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മൊല്ലാക്കായാണെങ്കിലും ആ മൊല്ലാക്കായും സംഘവും യാസീൻ ഓതുമ്പോ അതിന്റെ കൂടെ നമ്മൾ അങ്ങ് കൂടും. എന്നിട്ട് ഇനി ആ മൊല്ലാക്ക ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എങ്കിൽ പോലും ഈ ചെന്നിരിക്കുന്ന മുദരിസ് ഖത്തീബൊക്കെ അതില് ആമീൻ പറയും. അങ്ങനെ മൊല്ലാക്ക ഓതുന്ന നടത്തുന്ന ദുആക്ക് ആമീനൊന്നും ഈ മുദരിസ് പറയൂല എന്നുള്ള ഈഗോ ഒന്നും നമുക്ക് പ്രശ്നമാകാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഈഗോ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് ഇന്ത്യൻ മുസൽമാന്റെ ആത്യന്തികമായ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിൽ ആ ഹർജി ആര് കൊടുത്തതാകട്ടെ, കപിൽ സിബലിന് വക്കാലത്ത് കൊടുത്തത് ആര് തന്നെയുമാകട്ടെ, എല്ലാവരും അവരുടെ പ്രാർത്ഥനകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഈ വഖഫ് പ്രക്ഷോഭത്തിൽ പങ്കാളികളാവുകയാണ് വേണ്ടത്. അത് നിയമപരമായ രീതികളാണെങ്കിലും
അതല്ല അത് രാഷ്ട്രീയമായ രീതിയിലുള്ള പ്രതിരോധമാണെങ്കിലും അതിലെല്ലാം മുഴുവൻ ജനങ്ങളും അത്തരത്തിലുള്ള അശുഭകരമായ ചിന്തകൾ മാറ്റിവെച്ച് പങ്കാളികളാവുന്ന ഒരു ഉദാത്തമായ നിലപാടിലേക്ക്, സംസ്കാരത്തിലേക്ക് നമ്മളെല്ലാവരും വളരേണ്ടതുണ്ട്. സർവോപരി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഈ അടുത്ത ദിവസമല്ലേ കോഴിക്കോട് ബീച്ചിൽ ജനലക്ഷങ്ങൾ പങ്കെടുത്ത വഖഫ് സമ്മേളനം നടത്തിയത്. എന്നിട്ട് മുസ്ലിം ലീഗ് വഖഫ് സംരക്ഷിക്കാൻ വേണ്ടി വടക്കേ ഇന്ത്യയിൽ അവിടെ കണ്ടില്ല, ഇവിടെ കണ്ടില്ല, ബീഹാറിലെ വഖഫ് സമ്മേളനം മുസ്ലിം ലീഗ് നടത്തിയില്ല, ഉത്തർപ്രദേശിൽ നടത്തിയില്ല, ബോംബെയിൽ നടത്തിയില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മൊത്തം ഇന്ത്യൻ മുസൽമാന്റെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടതുണ്ട്. ഈ 10-20 കോടി വരുന്ന മുഴുവൻ ഇന്ത്യൻ മുസ്ലിങ്ങളെയും സുഭിക്ഷമായി വളരെ ക്ഷേമത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിപ്പിക്കുക എന്നുള്ള വളരെ ഭാരിച്ച ഒരു ചുമതല ഈ മുസ്ലിം ലീഗിൽ അർപ്പിതമാണ്. അവർക്ക് എല്ലായിടത്തും ഇങ്ങനെ ഓടി നടന്ന സമ്മേളനം നടത്താൻ കഴിഞ്ഞുള്ളൂന്നില്ല. അതിന് മുസ്ലിം ലീഗിനെ കുറ്റം പറയുന്നത് ശരിയല്ല. അതിന്റെ ഇടയ്ക്ക് ഏതോ കുബുദ്ധികള്, ഏതോ ദോഷൈക ദൃക്കുകള്, ഏതോ ഹ്രസ്വ ദൃക്കുകൾ തളിപ്പറമ്പിൽ എന്തോ വഖഫുമായിട്ട് ബന്ധപ്പെട്ട സർ സയ്യിദ് കോളേജിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട വഖഫ് പ്രശ്നത്തില് മുസ്ലിം ലീഗ് എന്തോ അരുതായ്മ കാണിച്ചു എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. എന്റെ പൊന്നു ചങ്ങാതിമാരെ, തളിപ്പറമ്പ് എന്ന് പറയുന്നത് ചെറിയ ഒരു സ്ഥലമാണ്, ചെറിയ ഒരു നാടാണ്. അവിടുത്തെ ഒരു വഖഫിന്റെ കാര്യമായിട്ട് നടക്കാനെന്ന് ഈ മുസ്ലിം ലീഗിന് നേരമില്ല. ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. വളരെ പ്രശ്ന സങ്കീർണമായ, വളരെ കലുഷിതമായ ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യൻ മുസൽമാന്റെ അഭിമാനകരമായ അസ്തിത്വം സംരക്ഷിക്കുക, നിലനിർത്തുക എന്നുള്ള ആ ചുമതലയാണ് മുസ്ലിം ലീഗിനെ നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് കിട്ടുന്ന സന്ദർഭമെല്ലാം മുസ്ലിം ലീഗിനെ മെക്കിട്ട് കയറി മുസ്ലിം ലീഗിനെ ഇകഴ്ത്തി കാണിച്ച് സായുജ്യമടയുക എന്നുള്ള ആ നിലപാടിൽ നിന്ന് എല്ലാവരും പിന്മാറണം എന്നാണ് പറയാനുള്ളത്.